ഹെബ്രായ ലേഖനത്തിൻ്റെ 11:1 അതാണ് നമുക്ക് നൽകുന്നത്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. ഹെബ്രായ 11:4 വിശ്വാസം മൂലം ആബേൽ കയറ്റതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് സമർപ്പിച്ചു, അതിനാൽ അവൻ നീതിമാനായി അംഗീകരിക്കപ്പെട്ടു. വിശ്വാസം മൂലം അവൻ സമർപ്പിച്ച കാഴ്ചകളെക്കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യം നൽകി. വീണ്ടും ഹെബ്രായ 11:6 പറയുന്നുണ്ട്, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവവചനത്തെ വിശ്വസിച്ചാലേ അത് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പം വിശ്വസിക്കണം. ഇത് കൃപയാട്ടോ. ദൈവവചനം വിശ്വസിക്കുക എന്നുള്ളതൊരു വെരി യുണീക്ക്, വെരി ഡിഫറെൻറ്റ് ഗ്രേസ്. ദൈവസന്നിധി ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. വചനം വിശ്വസിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. നമുക്കറിയാം, മോശയുടെ അടുത്ത് ദൈവം വരുമ്പോൾ, ഹോറബ് മലയിൽ കത്തുന്ന മുൾപ്പടപ്പിൻ്റെ അടുക്കൽ വരുമ്പോൾ മോശയോട് ദൈവം പറയുന്നുണ്ട്, നിന്റെ ചെരുപ്പ് അടിച്ചു മാറ്റി നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. കാരണം ദൈവവചനത്തോട് അടുക്കണമെന്നുണ്ടെങ്കിൽ അത് ആ വാക്കുകളും ആ ദൈവത്തെയും വിശുദ്ധിയോടെ കാണണം. നമ്മളെക്കാൾ വലുതായിട്ട് കാണണം, ചെറുതായിട്ട് കാണണം. അത്രയും വിശുദ്ധി എളിമപ്പെടാതെ ഒരിക്കലും ഈ വചനത്തിൻ്റെ ആ ഒരു മേഖലയിലേക്ക് കയറാനാവില്ല. എളിമപ്പെടാതെ ഒരിക്കലും പറ്റില്ല, ഒരിക്കലും പറ്റില്ല. എളിമപ്പെട്ടാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുള്ളൂ, അല്ല ഒരിക്കലും പറ്റില്ല. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. എളിമപ്പെട്ടാൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അവിടെ മോശ എളിമപ്പെട്ടു, ചെരുപ്പടിച്ചു മാറ്റി ദൈവത്തിന് നിൽക്കുമ്പോൾ ദൈവം അവനോട് സംസാരിക്കുന്നുണ്ട്. മോശേ, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു, അവരെ രക്ഷിക്കാൻ, അവരുടെ വിമോചകനായി ഞാൻ നിന്നെ നിയമിച്ചു. നീ പോയി ഈജിപ്തിൽ ചെന്നിട്ട് എൻ്റെ ജനത്തെ ഇവിടെ അവിടുന്ന് മോചിപ്പിച്ച് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് എത്തിക്കണം എന്നൊരു വചനം പറയുമ്പോൾ അവൻ ആദ്യം അത് മാറിപ്പോവുകയാണ്. അത് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ ദൈവം നിർബന്ധിക്കുകയാണ്. അപ്പോൾ അവൻ അവസാനം തയ്യാറാകുക, റെഡി, അവൻ റെഡിയാകുക, തയ്യാറേ ആമേൻ പറയുക. അപ്പോൾ അവിടെ അവൻ നയിക്കുന്നത് ആ ദൈവവചനത്തെ അവൻ വിശ്വസിക്കുക. പിന്നെ അവന് വിശ്വാസം, സംശയമൊന്നുമില്ല. അവനോട് ദൈവം സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവനോട് ദൈവം സംസാരിക്കുന്നുണ്ട്, അവനും ദൈവം മാത്രമേ എന്നുള്ളൂ. ഇസ്രായേൽ ജനത്തിന് മോശയാണ് വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങളൊക്കെ നടക്കുമ്പോഴും അത് മറ്റൊന്നുമല്ല, ഈശോ ദൈവം അയച്ചതാണ് ഈ മോശ എന്നറിയാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ വാക്ക് എല്ലാം പറഞ്ഞു. മോശ ഇത് നീ തന്നെ ഉണ്ടാക്കി പറയുന്നതാണ്, ദൈവമല്ല, ദൈവം പറയുന്നത്. ആ വാക്ക് വിശ്വസിച്ചാൽ മതി, അവൻ്റെ വചനം വിശ്വസിച്ചാൽ മതി, നിത്യതയിൽ എത്തിച്ചേരും. അങ്ങനെയാണ് മോശ ദൈവം പറയുന്ന ഓരോ കാര്യങ്ങൾ കൃത്യം ചെയ്യുന്നു. ചെയ്തതുകൊണ്ട് മാത്രമാണ് ഒരു അടിമത്തത്തിൻ്റെ ഭവനമായി ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മുഴുവൻ പുറത്തു കൊണ്ടുവരാൻ മോശയ്ക്ക് പറ്റിയത്. ദൈവം പറയുന്ന ഓരോ വചനങ്ങളും അതേപടി അനുസരിച്ചതുകൊണ്ട്. അനുസരണക്കേടിൻ്റെ ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ദൈവഹിതം നടക്കില്ല. പരിശുദ്ധ ദൈവത്തെ അനുസരിക്കുന്നു, അതാണ് വിശ്വാസത്തിൽ ദൈവവചനം അതേപടി അനുസരിക്കുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർ ദൈവത്തോടുള്ള അനുസരണത്തിൽ മുറുകെ പിടിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അവരിലൂടെയെല്ലാം ദൈവം മഹത്വപ്പെട്ടത്. അവരെയൊക്കെ പറയാം ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിച്ചവരെന്ന് പറയാൻ കാരണം അവരാരും ദൈവവചനത്തെ നിന്ദിക്കുകയോ ധിക്കരിക്കുകയോ അനുസരണക്കേട് കാണിക്കുകയോ ചെയ്തില്ല. ഉൽപ്പത്തി പുസ്തകത്തിലെ ദുരന്തം എന്താണ്? ദൈവം പറഞ്ഞ വചനങ്ങളെ അനുസരിക്കാത്ത ആദവും ഹവ്വായും അതിൻ്റെ പരിണത ഫലമായി അവർക്ക് പർദീസ നഷ്ടപ്പെടുമ്പോൾ അതുവഴി പഠിപ്പിക്കുന്നതാണ് ദൈവത്തെ അനുസരിച്ചെങ്കിലേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുള്ളൂ. ദൈവത്തെ അനുസരിക്കുന്നവരാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ. ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോഴാണ് നമ്മൾ വചനം ഭക്ഷിക്കുന്നത്, അനുസരിക്കുന്നത്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും വിഷമമൊക്കെ വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയും, പ്രശ്നം എന്നെ പിടിച്ചു നടത്തുന്നത് ദൈവത്തിൻ്റെ തിരുവചനമാണ്.
അപ്പോൾ ഈ വചനം നിങ്ങൾ പഠിക്കണം, ഹൃദയത്തിൽ ആഴത്തിൽ പഠിച്ച് അത് ഹൃദയത്തിൽ സൂക്ഷിക്കണം. ആ വചനത്തിൻ്റെ ശക്തി അറിയണം. അത് നമ്മളെ വിശുദ്ധീകരിക്കും, സൗഖ്യം നൽകും, അഭിഷേകം നൽകും, മാനസാന്തരം നൽകും. ഇന്ന് ലോകത്തിൽ നിങ്ങൾ വിശുദ്ധിയോടെ വിശ്വാസത്തോടെ പോയി ദൈവവചനം പറ, അവിടെ മിറക്കളുണ്ടാകും. രോഗികളുടെ മേലെ ദൈവത്തിൻ്റെ വചനം പറയാം. അപ്പോസ്തലന്മാർ അങ്ങനല്ലേ, രോഗികളുടെ മേലെ ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തോടെ പറയുക. ദൈവാത്മാവിൽ നിറഞ്ഞപ്പോൾ, വിശ്വാസത്തോടെ വചനം പ്രസംഗിച്ചപ്പോൾ അവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടായി. ദൈവവചന പ്രഘോഷണം നടന്നില്ലായിരുന്നെങ്കിലോ ഒരിക്കലും നമ്മൾ ഈശോ അറിയില്ല, ദൈവത്തെ അറിയില്ല. ആ ദൈവവചന പ്രഘോഷണത്തിലൂടെ ഒരുമിച്ച് കൂടിയ ജനം, അവർക്കാണ് പിന്നെ സഭയുടെ രൂപങ്ങളെല്ലാം സ്വന്തമാക്കി അവർ മുന്നോട്ട് പോവുകയാണ്. കൂദാശകൾ പരികർമ്മം കൊടുത്തും ചെയ്തു കൊടുത്തും അവർ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ ഭക്ഷിച്ചും എല്ലാം പോന്നു. ആ ദൈവവചനം കേട്ട് ആ ദൈവത്തിലേക്ക് വരുന്ന ആളുകളിലേക്കാണ് ഇത് കൊടുക്കുന്നത്. ഒരു സഭയുടെ ഭാഗമായിട്ട് രൂപപ്പെടുന്നതാണ്. ആദ്യത്തെ പത്രോസിൻ്റെ പ്രസംഗം തന്നെ സുവിശേഷ പ്രഘോഷണം, വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാനസാന്തരങ്ങൾ ഉണ്ടാകുക. ഈശോയെക്കുറിച്ച് പറയുമ്പോൾ, കാരണം അരൂപിയിൽ നിറഞ്ഞാണ്, അഭിഷേകമുള്ള വാക്കുകളാണ്. ഈ നാളുകളിലൊക്കെ സമൂഹങ്ങളും നമ്മുടെ സമൂഹങ്ങളും ദേശത്തുമൊക്കെ പ്രശ്നങ്ങൾ വരും. ശരിക്കും വചനം വിശുദ്ധിയോടെ പ്രഘോഷിക്കപ്പെടുന്നത് കുറയുന്നുണ്ട്. ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് വരണം. അപ്പോസ്തലന്മാർക്കുണ്ടായ അതേ ഒരു ആഗ്രഹവും താല്പര്യവും സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ടാകണം. അപ്പോസ്തലന്മാർക്കുണ്ടായ അതേ മനോഭാവം ഉണ്ടാകണം. ആ മനോഭാവത്തിൽ നിന്നുകൊണ്ട് വചനം വെറും മനോഭാവമല്ലത്, ഇതൊരു മനോഭാവം എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു അനോയിൻറ്റിങ് ആണിത്. അനോയിൻറ്റിങ്, അത് അഭിഷേകമാണ്, ഒരു ശക്തിയാണ്. അത് പ്രവർത്തിക്കുമ്പോൾ അതവിടെ ഡെലിവറൻസ്, സൗഖ്യങ്ങൾ, മാനസാന്തരങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ മുഴുവൻ സംഭവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും അവിടെ വചനം പറയുകയാണ്, അപ്പോസ്തലപ്രവർത്തനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ, എന്നാൽ പത്രോസ് മറ്റ് 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, ജെറുസലേം ജനങ്ങളെ, യഹൂദ ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ ഇത് മനസ്സിലാക്കുവിൻ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. കാരണം ഇപ്പോൾ ദിവസത്തിൻ്റെ 3-ാം മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. മറിച്ച് ജോയേൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഉടനെ ദൈവവചനം പറഞ്ഞു, ജോയേൽ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള വചനമാണിത്. അവസാന നാളുകളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങൾ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങൾ യുവാക്കൾക്ക് ദർശനമുണ്ടാകും. നിങ്ങൾ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും എൻ്റെ ദാസികളുമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എൻ്റെ ദാസന്മാരും എൻ്റെ ദാസിമാരും. ആരാണ് എൻ്റെ ദാസനും ദാസിയും? ഈശോ പറയുന്നുണ്ട്, എൻ്റെ വചനമനുസരിക്കുന്നവരാ, കർത്താവിൻ്റെ വചനമനുസരിക്കുന്നവരാ. അല്ല, ഒരിക്കലും പറയുന്നുണ്ടല്ലോ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ടല്ലോ, ചോദിക്കുന്നതാണ്. അപ്പോൾ പറയുന്നുണ്ട്, നിൻ്റെ സഹോദരങ്ങളോട് എത്തിയിട്ട്. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, ആരാണോ കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നത് അവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. അപ്പോൾ ശരിക്കും അവരെക്കുറിച്ച് പറയാം, പരിശുദ്ധ അമ്മയെക്കുറിച്ച്. എൻ്റെ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും അനുസരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് അവർ. ദൈവവചനം സ്വീകരിക്കുന്നവർ. പരിശുദ്ധ അമ്മ ആ ഒരു വചനത്തോടുള്ള ബന്ധം അമ്മയ്ക്ക് എന്നുമുണ്ട്. അതുകൊണ്ടാണല്ലോ അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനമായ പെന്തക്കോസ്തായുടെ ഒരുക്ക സമയത്ത് അമ്മ അവിടെ ഇരിക്കാൻ, അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരാണ് പരിശുദ്ധ അമ്മ ഏറ്റവും മുന്നിൽ കാണുന്നത്. അമ്മ വചനത്തിലാണ്. എന്തുകൊണ്ട് അമ്മ ഒത്തിരി നിശബ്ദത? ദൈവവചനമൊന്നും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ബുദ്ധിജീവികളോടോ ലോകത്തോടോ പറഞ്ഞാലൊന്നും മനസ്സിലാകില്ല. അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ വലിയൊരു രഹസ്യം അത് അതിൻ്റെ ശക്തി അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതെന്താണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. വെളിപാട് പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനം പറയുന്ന പോലെ, വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന നൽകും. ഒരു നിഗൂഢ മന്ന. അവന് ഞാൻ ഒരു വെള്ളക്കല്ലും കൊടുക്കും, അതിലൊരു പുതിയ നാമം കൊത്തിയിരിക്കും. അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയില്ല. അതെന്തെന്നുള്ളത് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം അത് ഭക്ഷിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതൽ തരികയാണ്. അത് അനുഭവിക്കുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ.
ചില ഹീലിങ്ങുകളൊക്കെ ഇപ്പോൾ നടക്കുമ്പോൾ ദൈവവചനം, പക്ഷേ അതുകൊണ്ട് ഞാനൊക്കെ എപ്പോഴും തന്നെ വചനം വായിക്കാൻ നോക്കും. രാത്രിയിൽ എഴുന്നേറ്റാലും ബൈബിൾ എടുത്തൊന്ന് വായിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോഴും ബൈബിൾ വായിക്കും. വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് മുമ്പ് വായിക്കും. കുർബാന അർപ്പിച്ച ശേഷം ഇരുന്നു ചിലപ്പോൾ ഒരു വചനമെങ്കിലും വായിച്ച് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും എപ്പോഴേ. കാരണം ആ വചനത്തിൻ്റെ ജീവൻ ഒരു ഭക്ഷണം അത് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഹീലിങ്. എൻ്റെ എല്ലാ വിഷമഘട്ടങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തി, ഊർജം എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതും ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ഈ വചനം ഹൃദയത്തിൽ നിറഞ്ഞാൽ മതി, എല്ലാ പൈശാചിക ശക്തികളും നമ്മെ വിട്ടുപോയിക്കോളും, എത്ര അസ്വസ്ഥകളും വിട്ടുപോയിക്കോളും. നിങ്ങൾ വായിക്കുക. ഈ നാളുകൾ പ്രത്യേകിച്ച് സുവിശേഷത്തിന് വേണ്ടി ഹൃദയം, കാതുകൾ, മനസ്സ് തുറക്കാനായിട്ട് തയ്യാറാകുക. അപ്പോൾ കാണാൻ പറ്റും നമ്മൾ ഒരുപാട് സൗഖ്യവും വിടുതലും സംഭവിക്കുന്നത് കാണാം. ദൈവ വചനത്തിനായിട്ട് ജീവിതം തുറക്കുക. ആ വചനത്തിൽ നിന്ന് മാറിപ്പോകരുത്. ഈ ലോകം ഇന്നത്തെ സമൂഹത്തിൻ്റെ പാപം നിറഞ്ഞ ഒരു തലമുറയിൽ ജീവിക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല. ദൈവവചനം അതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 18 വരെയുള്ള വചനങ്ങളൊന്ന് ഹൃദയത്തിൽ നിന്ന് സൂക്ഷിച്ചേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോഴും അനുസരണയോടെ വർത്തിച്ചിട്ടുള്ളതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴി പിഴച്ചതും വക്രതയാർന്നതുമായ ഈ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളായി തീരട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. നോക്കിക്കേ, നിങ്ങൾ ജീവൻ്റെ വചനത്തെ, ഈശോയുടെ അധരത്തിലൂടെ വരുന്ന വചനങ്ങളെ, എല്ലാ വചനങ്ങളും മുറുകെ പിടിക്കുവിൻ. അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം. പൗലോസ് പറയുക, ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, യോഹന്നാൻ ലേഖനത്തിൽ 1 യോഹന്നാൻ 1:1, ഞാൻ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ഈശോയെക്കുറിച്ച് പറയുമ്പോൾ ഈശോ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണ് ആ വചനത്തെ, കൈകൊണ്ട് സ്പർശിച്ചതാണ് ആ വചനത്തെ, ഉത്തിതനായ ഈശോയെ സ്പർശിച്ചതാണ്. അതാണ് ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നത്. ദൈവവചനമാണ് പ്രഘോഷിക്കുന്നത്. ആ വചനം കേട്ട് ആളുകൾ മാനസാന്തരപ്പെടുക, അത്ഭുതങ്ങൾ അനുഭവിക്കുക. കേട്ടാൽ മതി, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കൃപയൊഴുകുകയെ. അപ്പോസ്തല പ്രവർത്തനം 10:44 വചനം പറയുന്നത് പോലെ പത്രോസ് വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പത്രോസ് എന്ത് പറഞ്ഞുകൊണ്ടപ്പോൾ? ദൈവവചനം, ജീവൻ്റെ വചനം, അല്ലാതെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ വചനം പ്രസംഗിച്ചു കൊടുക്കുമ്പോൾ, പഴയ നിയമത്തിലും പുതിയ നിയമങ്ങളിലൊക്കെ പറയുന്ന നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന ആളുകളുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയുന്നു, ഹീലിംഗ് ഉണ്ടാകുന്നു. അപ്പോൾ ഇവർ സംഭവിക്കുന്നപ്പോഴാ വീണ്ടും മർക്കോസ് സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 20 വരെ വചനം ഈശോ അവസാനം ശിഷ്യന്മാരോട് പറയുന്ന വാക്കാണ്, വചനങ്ങളാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സമസ്ത സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും. സഭയുടെ ഉത്തരവ് ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കാൻ പറയും. ഡിറക്റ്റായിട്ട് പ്രസംഗിക്കാനാണ് പറയുന്നത്, ഇൻഡയറക്റ്റ് അല്ല, ഡിറക്റ്റായിട്ട് പ്രസംഗിക്കണം. ഈശോ പക്ഷേ ഇത് പ്രസംഗിക്കുന്നൊരു പ്രശ്നമുണ്ട്. ഈശോയുമായിട്ട് അത്യഗാധമായ ബന്ധം വേണം. ഈശോയുടെ ശിഷ്യൻ തന്നെ ആയിരിക്കണം. ഈശോയുമായിട്ട് വ്യക്തിബന്ധം ഉണ്ടാകണം. എങ്കിലേ അങ്ങനെ പ്രസംഗിക്കാൻ പറ്റൂ, അല്ലെ പ്രസംഗിക്കാൻ പറ്റില്ല. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും. എന്ത് വിശ്വസിക്കുന്നവരോട്? ദൈവവചനം കേട്ടത് വിശ്വസിച്ച് കഴിഞ്ഞാൽ, സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. വിശ്വസിക്കുന്നവർക്ക് കിട്ടുന്ന അടയാളങ്ങൾ.
അവർക്ക് അഭിഷേകം കിട്ടിയതിൻ്റെ അടയാളങ്ങൾ, സൗഖ്യം കിട്ടിയതിൻ്റെ അടയാളങ്ങൾ, വരങ്ങൾ കിട്ടുന്നതിന് ലഭിച്ചതിൻ്റെ അടയാളം, അവരുടെ മേൽ ഈ അടയാളങ്ങളുണ്ടായിരിക്കും. ഈശോയുടെ വചനങ്ങൾ അനുസരിക്കുന്ന വിശ്വസിക്കുന്ന ആളുകളിൽ ഈശോ വാഗ്ദാനം നൽകിയിരിക്കുകയാണ്, അതിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകുമെന്ന്. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങളുണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ഈശോ പറയുക, അവർ എൻ്റെ നാമത്തിൽ, ഇൻ മൈ നെയിം, ജീസസ് സേസ്, ഇൻ മൈ നെയിം they will cast out demons. എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, മാരകമായ എന്ത് കുടിച്ചാലും അതവർ ഉപദ്രവിക്കില്ല, രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം ആരാണ്? വിശ്വസിക്കുന്നവർ. ഹീലിംഗ് ഒക്കെ കുറയുന്നത് ഫെയ്ത്ത് കുറയുന്നതുകൊണ്ടാണ്. വിശ്വസിക്കുന്നവരുടെ കൂടെ വിശ്വസിക്കുന്നവർക്ക് അത് ചെയ്യാൻ പറ്റും. ഈശോയിലുള്ള വിശ്വാസം, ദൈവവചനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഈ തലമുറ വലിയ ദുരന്തങ്ങളുടെ നടുവിലൂടെയാണ് പോകുന്നത്. സത്യവിശ്വാസത്തിൽ നിന്ന് വേറിട്ട് പോകുന്ന ഒരു തലമുറ, അപകടങ്ങളിലൂടെ പോകുന്ന തലമുറ സാത്താന് വിട്ടുകൊടുക്കുന്നു. കാരണം ദൈവവചനമില്ല. പ്രിയപ്പെട്ട മക്കളെ, ദൈവവചനത്തെ നിന്ന് വേണ്ടത്ര ബഹുമാനം കൊടുക്കുന്നു. ശരിക്കും ഇത്രയും വചനം കേട്ടതിൻ്റെ വെളിച്ചത്തിൽ നിന്റെ ഹൃദയത്തിൽ നിന്നോട് തന്നെ ചോദിക്കുക, ശരിക്കും നീ ജീവിതത്തിൽ ദൈവവചനത്തിന് എത്ര സ്ഥാനം കൊടുക്കുന്നുണ്ട്? അതൊരു പ്രാർത്ഥനക്കാർ വായിക്കുന്നില്ല, അങ്ങനെ വായിച്ചാലല്ല, അത് സ്വീകരിക്കുന്ന സ്വഭാവം. എപ്പോഴും പഠിക്കലല്ല, അങ്ങനെയല്ല ഈശോ പറയുന്നത്. ദൈവവചനം പഠിക്കണമെന്ന് പറയുന്നത്, സ്വീകരിക്കാൻ, ഭക്ഷിക്കണമെന്ന് പറയുന്നത്, സ്വന്തമാക്കണത്, ഹൃദയത്തിലിട്ട് കൂട്ടിക്കൊണ്ടുവരണം. അപ്പോൾ കാണാം അതിൻ്റെ ബഹുമുഖജ്ഞാനം. പൗലോസ്ലീഹായി പറയുന്നത് കാണുന്നുള്ളേ, പൗലോസ്ലീഹായിൽ കൃപയുടെ ബഹുമുഖ ജ്ഞാനം പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ബഹുമുഖ ജ്ഞാനം പ്രവർത്തിക്കുന്നത് കാണാം. ദൈവാത്മാവ് അത് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നത് കാണാനായിട്ട് പറ്റും. നമുക്കൊരു നിമിഷം കൂടെ കർത്താവിനെ സ്തുതിക്കാം. ഈ സമയത്ത് ദൈവവചനത്തിൻ്റെ ശക്തിയാൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികളൊക്കെ സംഭവിക്കും. ദൈവവചനത്തിൻ്റെ ഇരുതരവാളായ ജീവൻ നൽകുന്ന, സൗഖ്യം നൽകുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ ഈ സമയത്ത് എല്ലാ മക്കളും സൗഖ്യപ്പെടട്ടെ. ബന്ധനങ്ങളിൽ നിന്ന്, പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് പുറത്തു വരട്ടെ. ദൈവാത്മാവ് ഇറങ്ങി നിൽക്കുന്ന, ദൈവാത്മാവ് നിറയുന്ന സ്വർഗീയ ഇടപെടലുണ്ടാകട്ടെ. അഭിഷേകം നിറയട്ടെ. ദുഃഖം മാറട്ടെ, നിരാശ മാറട്ടെ, ഭയം മാറിപ്പോകട്ടെ. ദൈവിക കൃപകൾ പ്രവർത്തിച്ച് വലിയ വിടുതൽ സംഭവിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ദൈവവചനത്തിന് വേണ്ടി ഹൃദയം തുറക്കണം. എൻ്റെ ജീവിതം മുഴുവൻ നോക്കുമ്പോൾ എനിക്ക് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവവചനം ഭക്ഷിക്കാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ ലോകം മുഴുവൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, എല്ലായിടത്തും സംശയങ്ങൾ വിതയ്ക്കുന്ന പിശാചുക്കളാണ്. സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷൻ എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ടാണ് അവർക്ക് ആ കൃപ കിട്ടാത്തത്. വിശ്വാസം കളയും. സൂക്ഷിക്കണം, നമ്മുടെ ബന്ധങ്ങൾ സൂക്ഷിക്കണം. വിശ്വാസം കളയും. ചില ആളുകളൊക്കെ സംസർഗം, ചില വിശ്വാസം കളയും. ചില കാര്യങ്ങൾ പഠിക്കാൻ പോയാൽ വിശ്വാസം കളയും. കാണുന്ന വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും കാണാനും കേൾക്കാനും ഫെയ്ത്ത് അടിച്ച് കളയും. പിശാച് ആദ്യം കളയുന്നത് ഫെയ്ത്ത് കളഞ്ഞാൽ പിന്നെ ആ വ്യക്തിയുടെ മേല് പിശാചിന് സർവാധികാരം കിട്ടുകയാണ്. പിന്നെ അവനെ ഉപയോഗിക്കാം. ഫെയ്ത്ത് അങ്ങോട്ട് അടിച്ച് കളയും. അതിനുള്ള സാഹചര്യങ്ങളും സംഭവങ്ങളും അവൻ ഉണ്ടാക്കും. സഭയിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഫെയ്ത്ത് കളയുന്നു. കാരണം ഇത് പിശാചിൻ്റെ തന്ത്രമാണ്, പിശാചിൻ്റെ കുടില തന്ത്രമാണ്. എഫേസ്യസ് ലേഖനത്തിൻ്റെ 6:10 മുതലുള്ള വചനം പറയുമ്പോൾ അവസാനമായി കർത്താവിലും അവിടെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകെ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കും. ഫെയ്ത്ത് കളയും. ഞാൻ എപ്പോഴും സുവിശേഷ മേഖലയിൽ എനിക്കൊന്നു മതി. സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് എവിടെ പോകുമ്പോഴും, എന്തു ചെയ്യാൻ പോകുമ്പോഴും, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും, അല്ലെങ്കിൽ വചന പ്രഘോഷണം നടത്തുമ്പോൾ, ഒരു ആരാധന നടത്തുമ്പോഴും, ബലിയർപ്പിക്കുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ നിറനിൽക്കേണ്ടത് ഒരേ ഒരു കാര്യമുള്ളൂ, ഫെയ്ത്ത് മാത്രം മതി. ഫെയ്ത്ത്, സ്ട്രോങ് ആയി ഫെയ്ത്ത് ഉണ്ടെങ്കിൽ, ആ ദൈവവചനത്തിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ വി ആർ ഓക്കെ. ഒന്നും നമ്മൾ ബാധിക്കില്ല. എല്ലാത്തിനും ഓവർകം ചെയ്ത് മുന്നോട്ട് പോവുകയെ. അതുകൊണ്ട് പിശാചെപ്പോഴും ഫെയ്ത്ത് കളയാൻ ശ്രമിക്കുകയെ.
ഫെയ്ത്ത് കളയുമ്പം ബന്ധം മുറിയും. ദൈവവചനത്തിലുള്ള വിശ്വാസം കുറയുമ്പോൾ പിന്നെ അത് വായിക്കില്ല, പഠിക്കില്ല, സംഗ്രഹിക്കില്ല. പ്രിയപ്പെട്ട മക്കൾ, നിങ്ങൾ അഭിഷേകത്തിൻ്റെ മക്കളായിട്ട് മാറേണ്ട കാലമാണിത്. അതുകൊണ്ട് ദൈവവചനം കൂടുതൽ ഭക്ഷിക്കാനും കൂടുതൽ സ്വീകരിക്കാനും ധ്യാനിക്കാനും തയ്യാറാകുക. വലിയ വിടുതലും സൗഖ്യവും അഭിഷേകവും കർത്താവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം നമുക്ക് തുറന്നുള്ള ആരാധന സമയത്ത് വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, വിടുതലുകൾ നിങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും സംഭവിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഈ ആരാധനയിൽ പങ്കെടുക്കാം. കർത്താവിൻ്റെ കൃപയ്ക്കുമേൽ നമുക്ക് നേടിയെടുക്കാം. ആമേൻ. യേശു അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇതാ കർത്താവ് ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ അടുക്കിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ സഹനങ്ങളെല്ലാം അനുഗ്രഹമാക്കി കർത്താവ് മാറ്റുന്നു. ഉദ്ധിതനായ ഈശോ തൻ്റെ തിരുമുറിവുകൾ നമുക്ക് കാണിച്ചു തരുന്നു. ആ മുറിവിലേക്ക് നമുക്ക് നോക്കാം. ആ മുറിവിൽ നിന്നൊഴുകുന്ന ദിവ്യമായ ശക്തി, സൗഖ്യശക്തി, വിടുതലിൻ്റെ ശക്തി ഇപ്പോൾ എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ. വിശ്വസിക്കുന്നവർക്കെല്ലാം അനുഭവമായി തീരട്ടെ. യോഹന്നാൻ 11:40 വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. എല്ലാ സഹനങ്ങളും ദൈവം അനുഗ്രഹമാക്കി മാറ്റാൻ പോവുക. കർത്താവിൻ്റെ കാര്യങ്ങൾ, നമ്മുടെ ദുഃഖങ്ങളും കണ്ണുനീരുകളും പ്രശ്നങ്ങളും എല്ലാം ഇറക്കി വെച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാൻ പറ്റും. വിശ്വസിക്കട്ടെ, കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ബന്ധനങ്ങളും വീഴ്ചകളും പരാജയങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടലുകളും മാറ്റണമേ. റോമ 8:28 സംഭവിക്കട്ടെ എല്ലാവരിലും. മാറ്റണമേ, എല്ലാ നന്മയ്ക്കായി